സെറ്റായിന്ന് തോന്നി കട്ട് ചെയ്തേക്കാം. ചൂടാറി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതെടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കാം. ലെറ്റ്സ് മേക്ക് എയർ ഫ്രയർ ചീസ് കേക്ക്. ബട്ട് ശരിയാവുമെന്ന് അറിയില്ല, നോക്കാം. 200 ഗ്രാമിലാണ് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ. നോക്കാം, നമുക്ക് ശരിയാവുകയാണെങ്കിൽ നമുക്ക് ബിഗ് ക്വാണ്ടിറ്റിയിൽ ചെയ്യാം. ഇത് 200 ഗ്രാം ക്രീം ചീസാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ചീസിനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നീട് ഹെവി ക്രീം ആഡ് ചെയ്യുക, വീണ്ടും ബീറ്റ് ചെയ്യുക. റൂം ടെമ്പറേച്ചറിലുള്ള എഗ്ഗാണ് കേട്ടോ. ഇതും ബീറ്റ് ചെയ്യുക. പിന്നെ പൗഡർഡ് ഷുഗർ ആഡ് ചെയ്യുക, കോൺഫ്ലവർ ആഡ് ചെയ്യുക, നന്നായി ബീറ്റ് ചെയ്യുക ഈ കൺസിസ്റ്റൻസിയിൽ കേട്ടോ. പിന്നെ നമുക്കിതിന് വാനില എസൻസും കൂടെ ആഡ് ചെയ്യാം. ഞാൻ ഈ കേക്കിൽ ബിസ്ക്കറ്റ് ബേസായി വെക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബിസ്ക്കറ്റിനെ ക്രഷ് ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്തിടണം. അപ്പോൾ ഈ ട്രേയിലാണ് ഞാൻ കേക്ക് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ വന്നെടുക്കുന്നത് ഇനി ഇത് നമുക്ക് നേരെ എയർ ഫ്രയറിൽ വെക്കാം. അപ്പോൾ ഇത് ഞാൻ എയർ ഫ്രയറിൽ വെക്കാൻ പോവാണ് കേട്ടോ. അധികം ബേൺ ആക്കിക്കുന്നില്ല. സോ ഐ ആം ഗോയിങ് ടു ഓഫ് ദിസ്. അടിപൊളിയായിട്ട് ബേക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ. ഇത് ചൂടാറി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതെടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കാം. സെറ്റായിന്ന് തോന്നി കട്ട് ചെയ്തേക്കാം. കണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ചീസ് കേക്ക്. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മേളിൽ കൂടെ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒഴിച്ച് കഴിച്ചാൽ അടിപൊളിയായിരിക്കും ഒന്നും കൂടെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈ ചീസ് കേക്ക് വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. എയർ ഫ്രയറിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 25 മിനിറ്റ്സ് 175 ഡിഗ്രിയിലാണ് ഞാനിത് ബേക്ക് ചെയ്തെടുത്തത്. ഇതിൻ്റെ മോൾ ഭാഗം ഒന്ന് ബേൺ ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടെമ്പറേച്ചർ കൂടുതലിട്ട് ഒരു 2-3 മിനിറ്റും കൂടെ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.